ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വന്ന പോസ്റ്റുകൾ അത് ഫുട്ബോൾ ആരാധകരെ ഒരൽപ്പം അമ്പരപ്പിക്കുന്ന ഒന്നായിരുന്നു. കാരണം FC ബാഴ്സലോണയെ അങ്ങേയറ്റം പരിഹസിക്കുന്ന പല ചിത്രങ്ങളും വീഡിയോസും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് പുറത്തിറക്കിയിട്ടുള്ളത്. ഒരു ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു സമീപനം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. വളരെ പക്വതയില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അത്ലറ്റിക്കോയിൽ നിന്നും ഉണ്ടായത് എന്നാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്. ഏതായാലും എന്തുകൊണ്ടാണ് അത്ലറ്റിക്കോക്ക് ഇപ്പോൾ FC ബാഴ്സലോണയോട് ഇത്രയധികം കലിപ്പ്? ഈ ട്രാൻസ്ഫർ ജാലകം ആരംഭിച്ചത് മുതലാണ് ഇത്രയധികം ദേഷ്യം അവർ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്നാമത്തേത് ഹൂലിയൻ ആൽവറസിന്റെ ട്രാൻസ്ഫർ സാഗ തന്നെയാണ്. അതായത് ഹൂലിയൻ ആൽവറസിനെ FC ബാഴ്സലോണക്ക് കൈമാറാൻ യഥാർത്ഥത്തിൽ അത്ലറ്റിക്കോക്ക് താല്പര്യമില്ല. ലാലിഗയിലേക്ക് തന്നെ കൈമാറാൻ താല്പര്യമില്ല, മറിച്ച് PSG കൈമാറുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ഹൂലിയൻ ആൽവറസ് വാശി പിടിക്കുകയാണ്. ബാഴ്സയിലേക്കല്ലാതെ മറ്റൊരു ക്ലബിലേക്കും പോവില്ല എന്നാണ് ഹൂലിയൻ ആൽവറസിന്റെ ഒരു നിലപാട്. മാത്രമല്ല ബാഴ്സ ഓഫർ ചെയ്തതിനേക്കാൾ വലിയ തുകയാണ് PSG ഇപ്പോൾ ഓഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടും അത്ലറ്റിക്കോക്ക് താല്പര്യം ഉള്ള ഒരു ഓഫർ PSG തന്നെയാണ്. പക്ഷേ ഹൂലിയൻ ആൽവറസ് അയയുന്നില്ല, അദ്ദേഹം ബാഴ്സയിലേക്ക് തന്നെ പോവുകയുള്ളൂ എന്നുള്ള ഒരു കർശന നിലപാട് അവിടെ എടുത്തിട്ടുണ്ട്. അത് അത്ലറ്റിക്കോയെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വേണ്ടത്ര തുക, അതല്ലെങ്കിൽ അത്ലറ്റിക്കോ ആഗ്രഹിക്കുന്ന തുക ലഭിക്കില്ല. മാത്രമല്ല ഹൂലിയൻ ആൽവറസ് എതിർ തട്ടകത്തിലേക്ക് പോവുകയാണ്. അതെല്ലാം അവർക്ക് ക്ഷീണം ചെയ്യുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം, അത് ബെർണാഡോ സിൽവയുടെ ട്രാൻസ്ഫർ സാഗയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് മാഞ്ചസ്റ്റർ സിറ്റി താരമായ സിൽവ ഇപ്പോൾ ഫ്രീ ഏജന്റ് ആണ്. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ അത്ലറ്റിക്കോക്ക് വലിയ താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല, അട്രാക്റ്റീവായ ഒരു ഓഫർ അവർ സിൽവക്ക് നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ സിൽവക്ക് പോകാൻ താല്പര്യം FC ബാഴ്സലോണയിലേക്കാണ്. അതായത് ബാഴ്സയ്ക്ക് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ്. ആ ഡീൽ ഏറെക്കുറെ പൂർത്തിയായി എന്നുള്ളത് ചില മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അത്ലറ്റിക്കോ വളരെയധികം ആഗ്രഹിച്ച ഒരു താരത്തെ FC ബാഴ്സലോണ ഇപ്പോൾ സ്വന്തമാക്കുകയാണ്. പ്രത്യേകിച്ച് ബാഴ്സയേക്കാൾ കൂടുതൽ സാലറി അത്ലറ്റിക്കോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും സിൽവ ബാഴ്സയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാലറി കട്ട് വരെ എടുത്തുകൊണ്ടാണ് ബാഴ്സയിലേക്ക് സിൽവ പോകുന്നത്. ഇതും അത്ലറ്റിക്കോയെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തങ്ങളുടെ പ്രധാനപ്പെട്ട താരത്തെ ബാഴ്സ റാഞ്ചുന്നു. മാത്രമല്ല അത്ലറ്റിക്കോ വളരെയധികം ആഗ്രഹിച്ച ഒരു താരത്തെ കുറഞ്ഞ സാലറിക്ക് ബാഴ്സ സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് കാരണങ്ങളാണ് അത്ലറ്റിക്കോയെ ഇപ്പോൾ വളരെയധികം ദേഷ്യം പിടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്നലെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി കാണാം.